മക്ബൂൽ എങ്ങനെ MBL ആയി? MBL മക്ബൂൽ ഫ്രം മലപ്പുറം. ചതുർമല്ലം പുല്ലിക്കൊട്ടപ്പുറമിൽ വരും പട. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആണ്. ഞാനതൊന്നും നോക്കില്ല. സപ്ലൈ ഉണ്ടായിരുന്നു, എഴുതിയെടുത്തായിരുന്നു. ഇല്ല സപ്ലൈ ഒന്നും എഴുതിയിട്ടില്ല. എന്നെക്കാളും നല്ല രീതിക്ക് ഈണം കൊടുത്ത് പാടുന്നവരൊക്കെ ഉണ്ട്. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദവും ചിരിയുള്ള. എങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്നത്? ഞാൻ ഈ കൊച്ചിയിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്? ഈ പാട്ടൊക്കെ ഇറക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതല്ലേ നോക്ക് നീ ആപത്ത് നോക്ക്, ഉമ്മാന്റെ വാക്കൊന്നും ഇന്നില്ലെന്നോർക്ക്. ഞാൻ ഭയങ്കര തകർന്ന് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു ആ സമയത്തൊക്കെ? ഒരാളും കൂടെ ഉണ്ടാവില്ല. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രക്ഷപ്പെടും. പാട്ട് പാടി അവിടെ എത്തണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് ഒക്കെ ആയിരുന്നു. നല്ല ലക്ഷ്യമുള്ളവരെ ഈ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുള്ളൂ. ഇവിടെ സിനിമൻ്റെ പിന്നാലൊക്കെ പോയി അങ്ങനെ കുറേ ടൈമൊക്കെ വേസ്റ്റ് ചെയ്തു. പിന്നാണ് ഞാൻ പാട്ടിലേക്ക് വരുന്നത്. ഇവിടെ ഊബർ ഓടിയുണ്ട്, ഡെലിവറി ഓടിയുണ്ട്, ഡെലിവറി ഓടിയുണ്ട്. കൂടങ്ങ് നിന്നാ പോരെ കറുമുറാന്ന് തിന്നാത്തോനെ, അല്ലമ്പിന് നിന്നാ മോനെ കണ്ണ് പൊട്ടിച്ചും വേണ്ടാത്തോനെ, മഹറിന് നിന്നെന്താ മോനെ 4 പവന് പൊന്നാത്തോനെ, ഓളക്കണ്ടമുണ്ടാത്തോനെ 1000 ചൊന്നാ മോനെ. ശരിക്കും ആദ്യമായിട്ട് പാടി പാട്ട് ചെയ്ത ഹായ് ഹലോ ദ സൗണ്ടിൽ ഇറ്റ്സ് മീ പ്രശാന്തി. എൻ്റെ കൂടെ ഉള്ളത് MBL ആണ്. MBL വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മക്ബൂൽ എങ്ങനെ MBL ആയി? ഷോർട്ട്, അതിൻ്റെ സെയിം ഷോർട്ട് നെയിം മക്ബൂൽ MBL, അത്രേ ഉള്ളൂ. ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? ഇല്ല, ഞാൻ തന്നെ ഇട്ടതാണ്. ഒരു ഐഡിയ കിട്ടിയോ, ലൈക്ക് ഇങ്ങനെ വേണം അല്ലെങ്കിൽ എൻ്റെ പേര് ഇങ്ങനെ ആവണം എന്നുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു? സംഭവം ഇപ്പം വേറെ എന്തെങ്കിലും ഇട്ടാലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. അന്ന് പെട്ടെന്ന് മക്ബൂൽ എന്നുള്ളത് ഷോർട്ട് ചെയ്ത് MBL എന്നിട്ട് അങ്ങനെ ഉള്ളൂ. ഇപ്പൊ പേര് മാറ്റുകയാണെങ്കിൽ എന്തിടുമായിരുന്നു? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ തോന്നി ഇതിനേക്കാൾ ബെറ്റർ ഒരു സാധനം ഇട്ടാൽ മതിരുന്നു. പക്ഷെ പ്രശ്നമില്ല. ഇല്ലില്ല, MBL. ഓക്കെ, ശരിക്കും സ്ഥലം നാട് എവിടെയാ? നാട് നമ്മളെ മലപ്പുറം. MBL മക്ബൂൽ ഫ്രം മലപ്പുറം. ശരിക്കും മലപ്പുറംകാരൻ എങ്ങനെയാ? മലപ്പുറംകാരൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളീ നോർമൽ മലബാർ പരിപാടി തന്നെയാണ്. അതിന് കൂടുതൽ എന്താ അല്ല, പൊതുവേ ഇപ്പോൾ മലപ്പുറം ഏരിയ ഫുഡിനൊക്കെ ഭയങ്കര ഫേമസ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ കല എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണോ ശരിക്കും നാട്ടിലും? മലപ്പുറം മൊത്തം പ്രത്യേകിച്ച് നാട്ടുകാർ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? നാട്ടുകാർ ഇപ്പം ഞാൻ ഈ പാട്ടിൻ്റെ പരിപാടിയിൽ ഇറങ്ങിയപ്പം ഞാൻ പിന്നെ ചെറുപ്പം മുതലേ പാട്ട് പാടുന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ ഒരു 7 വയസ്സ് മുതലേ പാട്ട് പാടി ഇങ്ങനെ വരുന്ന ഒരാളാണ്. പിന്നെ അന്ന് മുതലേ സപ്പോർട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ഓടിക്കുമ്പോൾ കൂടുതൽ സപ്പോർട്ടായി. പക്ഷേ കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. നമ്മളെ ഫാമിലി സപ്പോർട്ടാണ്, നാട്ടുകാർ സപ്പോർട്ടാണ്, അടിപൊളിയാണ്. സാധാരണയും ഇപ്പൊ നമ്മള് ഇപ്പോ മൂവി ആക്ടേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിനേക്കാൾ കൂടുതൽ പുറത്തായിരിക്കും ഫാൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ മക്ബൂലിനെ സംബന്ധിച്ച് നാട്ടിലാണോ കൂടുതൽ ഫാൻസ് അതോ നാട്ടിന് പുറത്താണോ ഉള്ളത്? എനിക്കറിയില്ല, അത് എനിക്ക് ആക്ച്വലി അറിയില്ല എന്താണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് മലബാർ ഏരിയ തന്നെയാണ് എൻ്റെ കൂടുതലും ഓഡിയൻസ് എടുക്കുന്നത്. ഫാൻസ് എന്നൊന്നും പറയാം, എൻ്റെ പാട്ട് കേൾക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നു. അതിൽ ഫാൻസ് ഞാൻ ഇങ്ങനെ ഇതായിട്ട് വിശ്വസിക്കണില്ല. എൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ അത് മലബാർ ഏരിയ തന്നെയാണ് കൂടുതൽ. കാരണം ഞാൻ മലബാർ അങ്ങനെ ഒരു പരിപാടിയാണല്ലോ. എൻ്റെ പാട്ടുകൾ മൊത്തം മലബാർ സ്ലാങ്ങിൽ പാടുന്ന കുറച്ച് പാട്ടുകളായതുകൊണ്ട് എൻ്റെ ഓഡിയൻസ് മൊത്തം മലബാറാണ്. പാട്ടൊക്കെ വൈറലായതിന് ശേഷം ശരിക്കും നാട്ടിലിറങ്ങി അടക്കം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവില്ല? പണ്ട് നമ്മൾ ഏത് കോലത്തിൽ വേണമെങ്കിലും നടന്നിരുന്നു. അല്ല, എൻ്റെ നാട്ടിൽ ഞാൻ ഇപ്പോഴും എന്താണോ പഴയ എന്താണോ ഞാൻ സിമ്പിളായിട്ട് നമ്മളെ വൈകുന്നേരം ചായ കുടിക്കാൻ പോകും, ചെക്കന്മാരുടെ കൂടെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ഒരു പ്രശ്നമില്ല. പിന്നെ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ബ്രോ ഇങ്ങനെ ഇതല്ല റാപ്പ്. ആക്ച്വലി ഞാൻ റാപ്പറൊന്നുമല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഒരു പോപ്പ് ആർട്ടിസ്റ്റ്, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടോ ഫ്രണ്ട്സ് ചേട്ടാ നമ്മൾ ഇങ്ങനെയല്ല നടക്കണ്ടേ, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആവണം അങ്ങനെ? അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചേഞ്ച് വരുത്തണം. ഞാനതൊന്നും നോക്കില്ല. കാരണം നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ആ രീതിക്ക് പോവാം. ശരിക്കും എങ്ങനെയാണ് ഈ MBL ഒരു പാട്ടിലേക്ക് എത്തുന്നത്? പാട്ടിലേക്ക് എത്തുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ 7 വയസ്സ് മുതലേ ഞാൻ പാട്ട് പാടി പിന്നെ എനിക്ക് തോന്നി സ്വന്തമായിട്ട് പാട്ടുകൾ ഇറക്കിയാലോ എന്നുള്ളത് തോന്നി. പാട്ട് പഠിച്ചിട്ടുണ്ടോ ശരിക്കും? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചെറുപ്പം മുതൽ പാടി വന്നത്. അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ എന്താ പറയല് ക്ലാസിക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന് പോയിട്ടൊന്നുമില്ല. നോർമലി ഞാൻ ചെറുപ്പം മുതൽ പാടി വന്നത് ഈ നബിദിനം. ഞാനൊരു അങ്ങനൊരു സ്ഥലത്തു നിന്ന് വന്നുകൊണ്ട്
നബിദിനം ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ പോയി അങ്ങനെ തുടങ്ങി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ ഇതിലോട്ടെത്തി. ശരിക്കും ആദ്യമായിട്ട് പാടി പാട്ട് ഏതാ ഒരു ഓർമ്മയില്ല? ആദ്യമായിട്ട് പാടിയ പാട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാപ്പിളപ്പാട്ടാണ് ഞാൻ പാടിയത്. ചതുർമല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് എനിക്ക് മറന്നുപോയി. ഒരു പഴയ ഓം കരുവാരക്കുണ്ടിൻ്റെ പാട്ടാണ്. ചതുർമലം പുല്ലിക്കൊട്ടപ്പുറമിൽ വരും പട എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് കുറേ ആൾക്കാർക്ക് അറിയാം ആ സോങ്. ഞാൻ അതാണ് ആദ്യം പാടുന്നത്, എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം പാടുന്നത് അതാണ്. 7 വയസ്സ് തൊട്ടിട്ടല്ലേ? 7 വയസ്സ് തൊട്ടിട്ടോ, പക്ഷെ അതിന് മുമ്പേ ആ പാട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ പാടുന്നത് അതാണ്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ മാപ്പിളപ്പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു? സ്കൂൾ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ട് പാടാറുണ്ടായിരുന്നു. ഈ കലോത്സവങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ടോ? സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല, പാടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ആദ്യം സ്കൂളിൽ നിന്ന് കിട്ടിയ സബ് ജില്ലയിൽ പോകുന്നു, സബ് ജില്ലയിൽ പോകുന്നു, പിന്നെയാണല്ലോ സ്റ്റേറ്റ്. ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ട്? ഇല്ല, ഞാൻ സബ് ജില്ല വരെ പോയിട്ടുള്ളൂ. സബ് ജില്ല ഒന്നും കിട്ടിയില്ല? അല്ല, സബ് ജില്ലയിൽ A ഗ്രേഡ് ഉണ്ടായിരുന്നു, പക്ഷെ ജില്ലയിലേക്ക് അന്ന് ഇപ്പോ മത്സരിച്ച സമയത്തൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടിയ ആൾക്കാരില്ലേ, അവരൊക്കെ പിന്നെ എപ്പോഴേലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്? അല്ലെങ്കിൽ അന്ന് അവർക്ക് എന്നെക്കാൾ ഇതിലേക്ക് എത്തി, എന്നിട്ട് ഇപ്പൊ ഞാൻ കണ്ടില്ല അവരെക്കാൾ നല്ലൊരു നിലയിൽ എത്തി? ഞാനിപ്പോഴും അവരെക്കാൾ ഭയങ്കര പാട്ടുകാരനൊന്നല്ല. ഞാൻ എഴുതുന്ന പാട്ടുകൾ കുറച്ച് ആൾക്കാർക്ക് കണക്ട് ആവുന്നു. എന്നെക്കാൾ പാടുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. മീൻസ് എന്നെക്കാൾ നല്ല രീതിക്ക് ഈണം കൊടുത്ത് പാടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ലിറിക്ക് പരിപാടി ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അത് കണക്ട് ആവുന്നു, അപ്പോൾ പാട്ട് ഹിറ്റാവുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും എവിടെയാ പഠിച്ചതൊക്കെ? പഠിച്ച നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ ചെറുപ്പം ഒരു 7 വരെ പഠിച്ചത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു AGL എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്, അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അരിയല്ലൂരുള്ളൊരു MVHSS എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിച്ച് അങ്ങനെ. പിന്നെ ഡിഗ്രി കോഴിക്കോടാണ് ചെയ്തത്. സപ്ലൈ ഉണ്ടായിരുന്നു? ഇല്ല, സപ്ലൈ ഒന്നും എഴുതിയിട്ടില്ല. ഇല്ലില്ല, എന്ത് എഴുതാൻ, ടൈം കഴിഞ്ഞ്. അപ്പം സപ്ലൈ എക്സാമിനൊന്നും എഴുതണ്ട, ഞാൻ എൻ്റെ പാട്ടിട്ട് ഇങ്ങനെ പോവാ, അങ്ങനെയാണോ? ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനൊരു കുറച്ച് എക്സാം ഓൾറെഡി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയിട്ടില്ല, പിന്നെ പഠിപ്പ് കഴിഞ്ഞ് എഴുതില്ലല്ലോ. വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോടാ നീ ആ പേപ്പർ എങ്കിലും ഒന്ന് ക്ലിയർ ചെയ്തെടുക്കടാന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഉപ്പ എപ്പോഴും പറയും, പണ്ട് എപ്പോഴും പറയും പേപ്പർ ക്ലിയർ ചെയ്യാൻ. എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട്. മടിയായിട്ടാണോ? ശരിക്കും മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഞാൻ അന്നേരം പഠിച്ച് ഡിഗ്രി ഒന്നും പാസ്സായി എവിടെ എത്തില്ലാന്ന് എനിക്കറിയാം. അവിടെ ഞാൻ വേറൊരു വഴി നോക്കണല്ലോ, അത് വിചാരിച്ചിട്ട് ഞാൻ എഴുതാത്ത. ഏതെടുത്തിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക്? ഞാൻ BSc ഇലക്ട്രോണിക്സ്. അപ്പൊ പഠിക്കാൻ എനിക്ക് വയ്യ, ഞാൻ ഇങ്ങനെയൊക്കെ നൈസായിട്ട് പാട്ടിട്ട് പോയിക്കോളാന്നായിരിക്കും. അങ്ങനെ തന്നെ ആയിരുന്നു. പാട്ടൊന്നും ഉണ്ട്, പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട്. പ്രതീക്ഷിച്ചിരുന്നോ അപ്പൊ ഞാൻ പഠിച്ചില്ലെങ്കിലും ഞാൻ എന്റെ പാട്ടുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും? അല്ല, പാട്ടൊന്നും ആയിരുന്നില്ല. ഫസ്റ്റ് പാട്ട് പാടി എവിടെ എത്തണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം കൊച്ചിയിലേക്ക് വന്ന് ഇവിടെ ഞാൻ കുറേ സിനിമന്റെ പിന്നാലൊക്കെ പോയി, അങ്ങനെ കുറേ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് പിന്നാണ് ഞാൻ പാട്ടിലേക്ക് വരുന്നത്. കുറേ സിനിമന്റെ പിന്നാലെ പോയി. ഇവിടെ തന്നെ ഞാൻ ഈ കൊച്ചിയിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട്. ചാൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താ പറയല്, നമ്മുടെ ഇവിടെ ഊബർ ഓടിയുണ്ട്, ഡെലിവറി ഓടിയുണ്ട്. കഴിഞ്ഞിട്ടാണ് പിന്നെ പാട്ടിലേക്ക് വരുന്നത്. അപ്പൊ മുന്നേ നമ്മൾ അങ്ങനെ ഒരു തൊഴിൽ ചെയ്തിട്ടുണ്ടല്ലോ, ആ സമയത്ത് ഇപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് അവരിങ്ങനെ അതേപോലെ തന്നെ ഡെലിവറി ബോയ്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ തോന്നാറെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് തോന്നുന്നത് ഈ ഡെലിവറി ചെയ്യണവരാണെങ്കിൽ ഊബർ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ഡെലിവറി ഇതൊക്കെ ചെയ്യണവർക്ക് നല്ലൊരു ലക്ഷ്യം ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം നല്ല ലക്ഷ്യമുള്ളവരെ ഈ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുള്ളൂ ഇവിടെ. അപ്പോൾ അവർ എവിടെയെങ്കിലും എത്തും. കാരണം ഞാൻ എത്തി, അതുകൊണ്ട് അവരെത്തും. കാരണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രക്ഷപ്പെടും, അതിൽ ഒരു സംശയമില്ല. ഞാൻ ഇത് കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ കുറേ ഇങ്ങനത്തെ മോട്ടിവേഷൻ വീഡിയോ കാണുന്ന സമയത്ത് ഇതൊക്കെ വെറുതെ ഞാൻ എത്തൂല എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എത്തി. ഞാൻ ഭയങ്കര സക്സസ് ആയിട്ടില്ലെങ്കിലും ഞാൻ വിചാരിക്കുന്ന ഒരു രീതിക്ക് എത്തി, അൽഹംദുലില്ലാ. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ഡെലിവറി ബോയ്സിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? എടാ ഞാനും നിങ്ങളെ പോലെയൊക്കെ ആയിരുന്നു, ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു? ഞാൻ അതിന് ശേഷം അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അന്ന് ഇത് ചെയ്യുമ്പോൾ ഡെലിവറി കൊടുക്കുന്ന സമയം ഇപ്പോഴും അവരെൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പം വിളിക്കലൊക്കെ ഉണ്ട്. അപ്പം അവരെന്നെ എന്നോട് പറയും, അങ്ങനെ ഈ കുറേ കഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ ഞാൻ പറയും ഈയും രക്ഷപ്പെടും, ഇൻഷാ അല്ലാഹ് സെറ്റാവും എന്നൊക്കെ പറയും. ഇപ്പോഴും വിളിക്കലൊക്കെ ഉണ്ട്. വീട്ടിലറിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ജോലിയൊക്കെ ചെയ്തിരുന്നു? വീട്ടിലൊക്കെ അറിയാം, വീട്ടിലറിയാമല്ലോ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു ആ സമയത്തൊക്കെ? അങ്ങനെ ആരും സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം നമ്മൾ തന്നെ കണ്ടെത്താം, അല്ലാണ്ട് ഒരാളും കൂടെ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ശരിക്കും? നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്.
അതാണല്ലോ സ്ട്രഗിൾ. ഞാൻ പറഞ്ഞ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടും. എനിക്ക് തോന്നുന്നത് അതൊന്നും എൻ്റെ വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെക്കാളും എത്രയോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ നല്ല രീതിക്ക് ജീവിച്ചുകൊണ്ട്, പിന്നെ ഞാൻ എൻ്റെ ചെറിയ പ്രശ്നങ്ങൾക്ക് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല. ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര സംഭവമൊന്നും പറയില്ല. കാരണം എൻ്റെ കൺമുമ്പിൽ തന്നെ ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്നെക്കാൾ കഷ്ടപ്പെട്ടവർ. അവരിപ്പോഴും ഏകദേശം രക്ഷപ്പെട്ട് വരുന്നുണ്ട്. അവർ ഉറപ്പായിട്ട് രക്ഷപ്പെടും. കാരണം കുറച്ച് കഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇതിലും കഷ്ടപ്പെട്ട ആൾക്കാർ ഉറപ്പായിട്ട് രക്ഷപ്പെടും. പിന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയൊരു പ്രശ്നം നമ്മളെ മുമ്പിൽ ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പം മനസ്സിലാക്കിക്കോ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അടുത്തെത്തി. അതായത് വലിയൊരു പ്രശ്നത്തിൽ നമ്മളിങ്ങനെ ട്രാപ്പായി കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടാനുള്ള വഴി തെളിഞ്ഞെന്നാണ് അർത്ഥം. അതല്ല നമ്മളിങ്ങനെ നോർമലി ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു രസമില്ല. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് കുഴപ്പം വരുന്നത്. ഏതോ ഒരു മൊമെന്റ് ആയിരുന്നു ആക്ച്വലി ഈ ഒരു പാട്ടിറക്കാനും അതിനൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എന്തായിരുന്നു ആ മൊമെന്റ്? എന്തായിരുന്നു ശരിക്കും മൊമെന്റ്? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ ഇനിയിപ്പം കാണിച്ചു കൊടുക്കണം, നമുക്കിങ്ങനെ ഉണ്ടാവല്ലോ, നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ, അങ്ങനെയാണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനത്തെ ആളുകളുടെ മുന്നിൽ, ആളുകൾ പേര് പറയണ്ട, അങ്ങനത്തെ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ആയിട്ട് ഭയങ്കര പ്രൗഡായിട്ട് പോയി നിന്നിട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് അങ്ങനെ നിൽക്കണം താല്പര്യമൊന്നുമില്ല. അവർ വഴി നമ്മളായി, അപ്പോൾ അവരാണല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. പിന്നെ അവർ മുമ്പിൽ പോയിട്ട് നമ്മൾ സ്റ്റൈലാക്കി നിന്നിട്ട് എന്താ കാര്യം? അപ്പം അവരെ റെസ്പെക്ട് ചെയ്യണം. അവരങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ആയി, മനസ്സിലായി. അപ്പോൾ അവരാണല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. അത് ഞാൻ പറഞ്ഞത്, നമ്മളെ ഹേറ്റേഴ്സ് ആയിരിക്കും നമ്മളെ കൂടുതൽ ഹെൽപ്പാക്കൽ ഇങ്ങനത്തെ സക്സസ് ആവാൻ വേണ്ടിയിട്ട്. ഇയാളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണാറുണ്ട്. എപ്പോഴാണെങ്കിലും ഇങ്ങനെ ചിരിയാണ് ഹൈലൈറ്റ്. എങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്നത്? എന്ത് ചോദിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ വരുന്നതാണ്. ഇതങ്ങനെ ഇതിനപ്പുറം എനിക്കറിയില്ല. ഇതിങ്ങനെ തന്നെ എപ്പോഴും ഇങ്ങനെ. പണ്ടും ഇങ്ങനെ തന്നെയാണ്? പണ്ടും ഇങ്ങനെ തന്നെയാണ്. ചൂടാവാറിയില്ല? ദേഷ്യം പിടിക്കാറൊക്കെ, ദേഷ്യം വരുമ്പോഴല്ലേ ദേഷ്യം. വെറുതെ ഒരാളടുത്ത് പോയിട്ട് ദേഷ്യം പിടിക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് പെട്ടെന്നൊന്നും ചൂടാവാത്ത ആൾക്കാര് പിന്നീട് ചൂടാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, അവരെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങനെ കൊട്ടും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണോ? അങ്ങനെയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ ദേഷ്യം ഉണ്ടാവും, അതപ്പം തീരും. അല്ലാണ്ട് ഈ പറഞ്ഞ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി, അങ്ങനെയൊന്നല്ല ഞാൻ. ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടുള്ള ആരോടാ? ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് എൻ്റെ ചങ്ങായിമാരോട് തന്നെ ആയിരിക്കും. അവരുടെ അടുത്താണല്ലേ? സാധാരണ ആമ്പിള്ളേരോട് ചോദിച്ചാൽ പറയും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തല്ലേ ഉമ്മയുടെ? ഇല്ല, ഉമ്മൻ്റെ അടുത്തൊന്നും അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരിക്കൽ പോലും ഉമ്മൻ്റെ അടുത്ത് അത്ര ദേഷ്യം പിടിച്ച് സംസാരിച്ചിട്ടൊന്നും, അത്ര എന്നല്ല, ഇതുവരെ അങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല ഉമ്മൻ്റെ അടുത്ത്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട് ശരിക്കും? ഫാമിലി ഞാൻ, ഉപ്പ, ഉമ്മ, പിന്നെ 2 ബ്രദേഴ്സ് ഉണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അവരെ 2 ബ്രദേഴ്സിൻ്റെ 2 മൂത്തച്ഛന്മാരുണ്ട്. അവർക്കൊക്കെ മക്കളൊക്കെ ഉണ്ട്? അവർക്ക് എല്ലാവർക്കും മക്കളുണ്ട്. ശരിക്കൊരു മാമനും ഒരു മൂത്താപ്പയൊക്കെയാണ്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരു 7 ആൺകുട്ടികളുണ്ട് ഞങ്ങളെ വീട്ടിൽ. അവരെ 7 മക്കളെ മാമനാണ് ഞാൻ. 7 ആൺമക്കളെ. ഒരാളുടെ 7 മക്കളുടെ മാമനാണ്. 7 മക്കളുടെ മാമനാണ്. എങ്ങനെ 7 മക്കളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇല്ല, പ്രശ്നമൊന്നുമില്ല. എല്ലാവരും പിന്നെ എൻ്റെ പാട്ട് വിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അവർ കൂടെ പാടാറുണ്ടോ? അങ്ങനെ പാടാറൊന്നുമില്ല. പിള്ളേരിങ്ങനെ വീട്ടിൽ വന്നാൽ എൻ്റെ പാട്ട് പിള്ളേരിങ്ങനെ പാടും, ഞാൻ കൂടെ ഇങ്ങനെ ജസ്റ്റ് നിന്നെടുക്കും. വീഡിയോ എടുക്കൽ പരിപാടിയൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ടോ മാമന്റെ പാട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ടോ? അത് പറയും. അവരെ ഗസ്റ്റ് ആയിട്ടൊക്കെ വരാൻ പറയാറുണ്ടോ? ഇല്ല, ചെറിയ പിള്ളേരാ. അപ്പം അവരെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ. അപ്പം അവരെ ഈ സ്കൂളിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, നിങ്ങളെ മാമൻ്റെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ, അതൊക്കെ പറയും. അല്ലാണ്ട് അതിൽ കൂടുതൽ ഒന്നുമില്ല. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് ഈ മാമനും അനന്തരവനും ഭയങ്കര ഏജ് ഡിഫറൻസ് ഇല്ല, ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ ശരിക്കും ഇയാളുടെ മാമനൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ഓർമ്മയിൽ എൻ്റെ മാമനെ ഞാൻ അങ്ങനെ വലിയൊരു ഇതുണ്ടായിട്ടില്ല. സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ? സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ വലിയൊരു കണക്ഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പം കുറച്ച് കാലമായിട്ടാണ് നല്ല കണക്ഷൻ ഉള്ളത് മാമനായിട്ട്. മാമനോട് ഇത് പറയാൻ തോന്നിയിട്ടുണ്ടോ? മാമ കണ്ടില്ല, ഞാനിപ്പോ ഒരു മാമനാണ്, ഞാൻ കണ്ടില്ല, അവരുടെ അടുത്ത് ഞാൻ എങ്ങനെ ഫ്രണ്ട്ലി ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. അങ്ങനത്തെ ഒന്നും സംസാരിക്കില്ല. ഭയങ്കര കൂളാണ് ആള്, ഒരു പ്രശ്നമില്ല, ഭയങ്കര കൂൾ മനുഷ്യനാണ്. ഞാൻ അങ്ങനെ മാമൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല. അതായത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും വന്നിട്ട് പറയുമ്പോൾ ഞാൻ അതിന് ഓക്കെ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ നിൽക്കൂലേ മാമന്മാരെ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചിന്ത അങ്ങനെ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊന്നും വന്നിട്ട് പറയുന്നില്ല. നമ്മൾ എന്ത് കൊല്ലത്ത് നടന്നാണെങ്കിലും വിശ്വാസമാണ് നമ്മളെ, ഇനി ഒരു ഘട്ടമുണ്ട് അതിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളത്. സോ
ഒന്നും പറയലൊന്നുമില്ല. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ എൻ്റെ മകൻ ഇന്നൊരു രീതിയിൽ എത്തണം എന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ. അതായത് എൻ്റെ മോൻ, പലരും പറയല്ലേ എൻ്റെ മോൻ ഇന്നൊരു നിലയിലെത്തണം, അങ്ങനെ എത്തണം എന്നൊക്കെ. അതുപോലെ അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഉപ്പൻ്റെ ആഗ്രഹം കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും, എല്ലാ വാപ്പന്മാർക്കും ഉള്ള ആഗ്രഹം തന്നെയാണ്, പഠിച്ചെവിടെങ്കിലും എന്തെങ്കിലും ആവണമെന്ന് പറഞ്ഞു. അതന്നെ, എന്തെങ്കിലും പഠിച്ച് ഡിഗ്രി ഒക്കെ എടുത്ത് എന്തെങ്കിലും PSC ഒക്കെ പോയിട്ട് എന്തെങ്കിലും ആ ഒരു പരിപാടി തന്നെയാണ്. ഞാൻ പിന്നെ എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വിചാരിച്ച പോലത്തെ ഒരു പരിപാടി എൻ്റെ അടുത്ത് നിന്ന് കിട്ടൂല, നടക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ആദ്യമേ പറഞ്ഞാണ്, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നടക്കൂല. നിർബന്ധിച്ച് ചേർത്ത് ചെയ്താണോ നിന്റെ വീട്ടിൽ? ഇല്ലില്ല, അങ്ങനത്തെ നിർബന്ധിക്കലൊന്നുമില്ല. അപ്പം എൻ്റെ വാപ്പ അങ്ങനെ ഭയങ്കര നിർബന്ധിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം കൂൾ, പോവാ, പഠിക്കാം, പഠിക്കണ്ട, ഓക്കെ. ഈ ഇത് പെങ്ങന്മാരുടെ അടുത്തൊക്കെ അങ്ങനെ തന്നെയാണോ? ലൈക്ക് അവര് ഇപ്പൊ ബ്രദേഴ്സിന്റെ അടുത്തും സിസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നോ വീട്ടില് പഠിക്കേണ്ട കാര്യത്തിലൊക്കെ? പെങ്ങന്മാരൊക്കെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു. പിന്നെ ബ്രദേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതന്നെ, പഠിക്കണം, ഭയങ്കര നിർബന്ധമൊന്നുമില്ല. പഠിക്കണമെങ്കിൽ പഠിക്കാം, പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട, അത്രേ ഉള്ളൂ. ബ്രദേഴ്സിന് അവരൊക്കെ ഡിഗ്രി പോയിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇതേപോലെ സപ്ലൈ ആയപ്പോൾ പിന്നെ നിർത്തി. എല്ലാവരും സപ്ലിക്കാരാണ്, സപ്ലി ഫാമിലിയാണ്. ഞാൻ മാത്രല്ല, നമ്മളെ കൂടുതൽ അങ്ങനെയാണല്ലോ. ആരാ ഏറ്റവും കൂടുതൽ സപ്ലി ഉണ്ടാവുക വീട്ടില്? ആർക്കാ? അത് ഞാൻ തന്നെ ആയിരിക്കും. എത്ര സപ്ലി ഉണ്ട്? അല്ലല്ല, ഞാനായിരിക്കില്ല, ബ്രദർ ആയിരിക്കും. എത്ര സപ്ലി ഉണ്ട്? എനിക്കറിയില്ല, ഞാൻ എക്സാം ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയ എക്സാമേ വളരെ കുറവ്. മറ്റേ കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ. അപ്പോൾ മലപ്പുറം ഏരിയയിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന, ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ എന്തും ചെയ്യുന്നില്ല. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ പാർട്ടിക്ക് വേണ്ടി? പാർട്ടി അല്ല, എൻ്റെ കോളേജിൽ പാർട്ടി ഉണ്ടായിട്ടില്ല. ഇല്ല. അങ്ങനെ യൂണിയൻ പരിപാടി, ക്ലാസ് കട്ടയിലൊക്കെ എങ്ങനെയാണെങ്കിലും സ്വാഭാവികമല്ലേ, എല്ലാവരും ക്ലാസ് കട്ടയിലൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ ഫുള്ള് കട്ടയിലായിരുന്നു. ക്ലാസ്സിലേ കയറില്ല. ഒന്നാമത്തെ ഇത് ഈ അറ്റൻഡൻസ് തീരെയില്ല. നമ്മൾ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ പാട്ട് തന്നെയാണ് അന്ന്. ഞാൻ പറഞ്ഞില്ല, അന്ന് ഇതിനു മുമ്പ് ഒരു ഇതിലും പറഞ്ഞിട്ടുണ്ട്, അന്ന് നമുക്ക് ഒരു പിയാനൊക്കെ വായിക്കുന്ന ഒരുത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനായിട്ട് നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ വൈബ് അടിച്ച് അതൊക്കെ തന്നെ. കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? കമ്പനി ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ഉണ്ട്. പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഉണ്ടായിരുന്ന ഒരു ഫാൻസ് അന്ന് ഉണ്ടായിരുന്നു? പാട്ടിലൊക്കെ പാടാറുണ്ടോ അന്നൊക്കെ പ്രോഗ്രാം പോലെ? ഞാൻ കൂടുതൽ ഇങ്ങനെ കല്യാണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ കരോക്കെ കേട്ട് പാടില്ലേ, അങ്ങനെയൊക്കെ പാടും. ഫാൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് എന്ത് ഫാൻസ്, ജസ്റ്റ് പാടുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സ്ഥിരം കുറച്ച് സോങ് ഒക്കെ ഉണ്ട്, ആ പാട്ടൊക്കെ പാടും, അതിനൊക്കെ ഭയങ്കര ഫാൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ കല്യാണത്തിന് എല്ലാവരും പാടുന്ന പാട്ടുണ്ടല്ലോ, മറ്റേ പടവാള് മിഴിയുള്ളോള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ, മലബാർ സൈഡ് മൊത്തം അതാണല്ലോ. രണ്ടുപേരും പാടിക്കുന്ന കേട്ടിട്ട്. അതാ കല്യാണത്തിന് പോകുമ്പോ പാടിയിരുന്ന പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദവും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബ ബീവി. രസല്ലേ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പാട്ട് പാടുന്ന സമയത്ത് അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് കുറച്ച് പ്രായമുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, മോനെ അത് ഭയങ്കരമായിട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു? അത് നോർമലി പാടുമ്പോൾ എങ്ങനെയാണെങ്കിലും രസമില്ലെങ്കിലും വന്നിട്ട് ആരെങ്കിലും ഒക്കെ പറയല്ലോ. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? രസമില്ലെങ്കിൽ വെറുതെ വന്ന് പറയാം. അല്ല, പറയല്ലോ, ഇതൊരു ധൈര്യമാണല്ലോ. ഇത്ര വലിയ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് ഒരു പാട്ടിന് കരോക്കെ വെച്ചിട്ട് പാട്ട് പാടാൻ കയറലെന്ന് പറയുന്നത് കുറച്ചൊരു ചങ്ങായിമാർ പറയൂടാ, മക്കൾ കയറി പാട്ട് പാടെന്ന് പറയും. ഭയങ്കര സപ്പോർട്ടാണോ ഫ്രണ്ട്സ് ഒക്കെ? സപ്പോർട്ടാണ്. ഒരു പാട്ടിന്റെ കാര്യത്തിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ ചങ്ങായിമാർ തന്നെയാണ് എനിക്ക് കൂടുതലും എല്ലാ പരിപാടിയും. ആ ഒരു ഫ്രണ്ട്സ് തന്നെയാണോ ഇപ്പോഴും ടീമായിട്ടുള്ളത്? ഓ, അതന്നെയാണ് എൻ്റെ നാട്ടുമ്പുറത്തെ എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ കോളേജിൽ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നമ്മളെപ്പോഴും ഉണ്ടാവല് നമ്മൾ ആ നാട്ടുമ്പുറത്തുള്ള ചങ്ങായിമാരാണല്ലോ. ശരിക്കും ഫ്രണ്ട്സിന്റെ കൂടെ ഏറ്റവും എന്താ ഇഷ്ടമുള്ളൊരു സംഭവം എന്താ? ലൈക്ക് നമുക്ക് അങ്ങനെ പറയാം, എനിക്ക് വൈകുന്നേരങ്ങളിൽ അവരുടെ കൂടെ നമ്മള് കൂടുതലായിട്ട് ഇത് തന്നെയാണ്, ഫുഡ് കഴിക്കലാണ് മെയിൻ. നമ്മളിങ്ങനെ കണ്ട സ്പോട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കൽ, അതാണ് ഞങ്ങളെ മെയിൻ പരിപാടി. ഇപ്പം ഒരു 2 വർഷമായിട്ട് ഇപ്പോഴാണല്ലോ അത് ട്രെൻഡിങ് ആയത്. ഇൻസ്റ്റാഗ്രാമും റീൽസും കുറേ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ വന്നുകൊണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് മെയിൻ പരിപാടി. ഇങ്ങനെ ഏതെങ്കിലും ഫുഡിയാണ്. ഫേവറേറ്റ് ഫുഡ് എന്താ? ഫേവറേറ്റ് ഫുഡ് നമ്മളിപ്പോൾ എപ്പോഴും കഴിക്കലും മന്തിയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഫേവറേറ്റ് ആയി മാറിയത്. ഞാൻ പല സ്ഥലത്തുനിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി കഴിച്ചത് എൻ്റെ ഉമ്മൻ്റെ ബിരിയാണി തന്നെയാണ്. കിടിലം ബിരിയാണി, അടിപൊളി ബിരിയാണി. അത് ഞങ്ങൾ എപ്പോഴും പറയും. ഞാനും ഉപ്പയും കാക്കമാരൊക്കെ എല്ലാവരും പറയും, ഉമ്മൻ്റെ ബിരിയാണിൻ്റെ അപ്പുറത്തേക്ക് വേറെ ബിരിയാണി കഴിച്ചിട്ടില്ല. ഞാൻ അത്ര ടേസ്റ്റ്. ഉമ്മൻ്റെ ബീഫ് ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. അതെ. ഉമ്മ അപ്പം എന്താ പറയുക നിങ്ങൾ പറയുന്ന സമയത്ത്? ഉമ്മല്ലേ, ഉമ്മമാരങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇതുണ്ടാവില്ലല്ലോ. ഉമ്മാനെ ഏറ്റവും കൂടുതൽ സോപ്പിട്ടിട്ടുള്ള എന്തിനാ? ഞാൻ സത്യം പറയുകയാണെങ്കിൽ
ഈ പാട്ടൊക്കെ ഇറക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഈ സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിനായിരിക്കും കൂടുതൽ. തന്നിട്ടുണ്ടോ? ഓ അല്ലാണ്ട് പിന്നെ ആരാ തരാ. ഞാൻ കണ്ടിരുന്നു എവിടെയോ പെങ്ങന്മാരെ ഗോൾഡ് ഒക്കെ ഒക്കെ വെച്ചിട്ടുണ്ട്. മാരീഡ് ആയിരുന്നു സമയത്ത്. മാരീഡ് ആയിരുന്നു ആ സമയത്ത്. അത് നമുക്ക് അന്നേരം ഒരു പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ പ്രശ്നമാണല്ലോ എല്ലാവരും. അപ്പൊ ആ സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്താത്തമാരാണോ അതോ അനിയത്തിമാരാണോ? അല്ലല്ല, ഇത്താത്തമാര്. എങ്ങനെ ചെന്ന് ചോദിക്കും, ഇത്താത്ത എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഒരു വളർത്തിരും? ഇല്ല, ഇത്താത്തക്കും ജസ്റ്റ് ഒരു മെസ്സേജ്, വാട്സപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാലോ വന്ന് കൊണ്ടുപോയിക്കോന്ന് പറയും. നോ പ്രോബ്ലം. എടുത്തു കൊടുത്തു എന്നിട്ട്? ഓ അതൊക്കെ എടുത്തു. അളിയന്മാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോടാ? ഒന്നും പറയില്ല. അളിയന്മാര് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അടിപൊളിയാ, അളിയന്മാരൊക്കെ ഉഷാറാ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇല്ല, അളിയൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നായിരിക്കും. അല്ലല്ല, അതുണ്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ ഇതാക്കില്ല, അപ്പം രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടാവും. ഉമ്മ ഇപ്പോ ഇങ്ങനെ ഗോൾഡ് ഒക്കെ തരുമ്പോ ഉപ്പ പറയാറുണ്ടോ അത് ഉപ്പ വല്ലാണ്ട് അറിയില്ല. അത് അങ്ങനെയാണല്ലോ, നോർമലി അങ്ങനെയാണല്ലോ. ഏറ്റവും കൂടുതൽ ആൺപിള്ളേരെ സപ്പോർട്ട് ചെയ്യാ ഉമ്മമാരായിരിക്കും. പക്ഷെ എന്റെ ഉപ്പയും കുറെ സപ്പോർട്ട് ചെയ്തിട്ടാ. ഉമ്മ അറിയാതെ ഉപ്പ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാ? എടാ നീ ഇങ്ങനെ നന്നാവണടാ, ആരും അറിയണ്ട? അല്ല, ഞാനും ഉപ്പയും ഭയങ്കര എപ്പോഴും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കും, എന്തുണ്ടെങ്കിലും സംസാരിക്കും. അതുകൊണ്ട് പ്രശ്നമില്ല. എന്തുണ്ടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉപ്പ ഭയങ്കര കൂളാണ്. എന്നോട് എന്ത് സംസാരിക്കാം, നമുക്ക് ആ ഒരു റൈറ്റ്സ് ഉണ്ട്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുള്ളൂ. ഒരു അങ്ങനെ ഒന്നും അറിയാത്ത ഒരാളൊന്നുമല്ല, കുറേ കാര്യങ്ങൾ അറിയാം ഉപ്പക്ക്. എന്നെക്കാളും എന്നല്ല, നമ്മളെ ഫാമിലിയിൽ തന്നെ കുറേ നല്ലൊരു വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ്. അപ്പം മൂപ്പർക്ക് നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് കത്തും. ഞാനില്ലേ ഈ എംബിഎല്ലിന്റെ കോസ്റ്റ്യൂമൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഭയങ്കര സിമ്പിളായിരിക്കും കോസ്റ്റ്യൂം എപ്പോഴും. അതുപോലെ ഭയങ്കര എന്താ പറയുക, ഒരു രസമാണ് കണ്ടിരിക്കാൻ വേണ്ടി. പറഞ്ഞ പോലെ മാലയാണെങ്കിലും വാച്ചുകളാണെങ്കിലും കയ്യിലിടുന്നൊക്കെ, ഇതൊക്കെ എവിടുന്നാ സെലക്ട് ചെയ്യുന്നത്? ഇതങ്ങനെ സെലക്ടിങ് പരിപാടി ഒന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഒരു സ്റ്റൈലിസ്റ്റാണ്. അപ്പോൾ ഈ ഷോ ഒക്കെ വരുന്ന സമയത്ത് അവൻ തന്നെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യൽ. ഫർഹാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഇപ്പോൾ ഇൻ്റർവ്യൂ ഇവിടെ പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ജസ്റ്റ് വരുമ്പോൾ നോർമലി ഉള്ള കോസ്റ്റ്യൂം ഇട്ട് വന്നത്. എൻ്റെ ഷോൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് നോക്കുന്നവൻ തന്നെ. പൊതുവെ ഈ റാപ്പേഴ്സൊക്കെ ഇങ്ങനെ മാല ഇടുന്ന എന്തിനായിരിക്കും? അത് അതിൻ്റെ ഒരു സ്റ്റൈൽ എന്നുള്ളൊരു ഇതിലിടണം. റാപ്പ് ഞാൻ പറഞ്ഞില്ലേ, റാപ്പറല്ല, അവനോട് റാപ്പറല്ല ശരിക്കും ഒരു പോപ്പ് ആർട്ടിസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്നുള്ളൂ, അല്ലാണ്ട് പ്രോപ്പർ ഒരു റാപ്പറോ പ്രോപ്പർ ഒരു ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റോ ഒന്നുമല്ല. പക്ഷെ എല്ലാവരും പറയുമ്പോൾ എംബിഎൽ എന്നൊക്കെ പറയുമ്പോൾ റാപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ മാത്രമല്ല, കുറേ ആർട്ടിസ്റ്റുകൾ അങ്ങനെ തന്നെ പറയുന്നത്. അത് എനിക്കൊന്ന് കൂടുതൽ അറിയാത്തതുകൊണ്ടായിരിക്കാം മേ ബി. എംബിഎല്ലിൻ്റെ പാട്ടുകളൊക്കെ എടുത്തു നോക്കിയാലും അതിൽ കുറേ അർത്ഥമുള്ള കാര്യങ്ങൾ, ഒരു കഴമ്പുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാ സോങ്സിലും. ശരിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എൻ്റെ പാട്ടിലൊക്കെ കുറച്ച് അർത്ഥങ്ങൾ വേണം എന്നുള്ളത്? അതെങ്ങനെയാ വരുന്നേ? ഞാൻ എൻ്റെ ഒരു ചങ്ങായിമാരെന്ന് പറഞ്ഞ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ചങ്ങായിമാരെന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ കമർ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, ആ സോങ്ങിലും ഞാൻ അത്യാവശ്യം എൻ്റെ കുറേ പ്രശ്നങ്ങളും ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് കണക്റ്റ് അല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ലാങ്ങിൻ്റെ പ്രശ്നം. ഞാൻ മലപ്പുറത്താണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ നാട്ടിൽ വേറെ തന്നെ ഒരു സ്ലാങ്, ഞാൻ ആ ഒരു സ്ലാങ്ങിലാണ് എഴുതുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഉമ്മ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊരു സ്റ്റോറിയാണ്. ആ ഉമ്മ എന്ന് പറയുന്ന പാട്ടൊരു സ്റ്റോറിയാണ്, ആ കഥക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. പക്ഷേ ഉമ്മാനെ കുറിച്ചിട്ട് തന്നെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് അനിയത്തെ കുറിച്ച്, ശരിക്കും പെങ്ങളെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു സോങ് വേണ്ടിയിരുന്നത്. എഴുതി വന്നപ്പോൾ അത് ഉമ്മാനെ കുറിച്ച്. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു. എൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തത് ഒരു പെങ്ങളെ കുറിച്ച് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എഴുതിയത്. അപ്പോൾ പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ അത് ഉമ്മാനെ കുറിച്ചായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ പ്ലാൻ ആക്കി. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് കാര്യങ്ങൾ, അത് ഉമ്മാക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് വന്നുപോയി. അപ്പോൾ പ്രശ്നമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളത്. ഉമ്മ കണ്ടിരുന്നു ഈ സോങ്? ഓ, ഉമ്മ കണ്ടിട്ടുണ്ട്. ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ പാട്ട് റിലീസൊക്കെ ആവണതിന് മുമ്പ് ഞാൻ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ പാട്ട് എഴുതിന് ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഉമ്മ അത് കേൾപ്പിച്ചു കൊടുത്ത്. ഞാൻ പാടിക്കൊടുത്ത്. ഞാൻ അന്ന് ഇത് റെക്കോർഡൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, ഔട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മക്ക് പാടിക്കൊടുത്ത്. അപ്പോൾ ഉമ്മ പറഞ്ഞു രസമുണ്ടാ, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൽ കുറേ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിസ്കാരപ്പായലിന്നായിരം വാക്ക് റബ്ബനിക്കാക്ക് സലാമത്തിലാക്ക്, അത് ഉമ്മാക്ക് ഭയങ്കര കണക്റ്റായി. ഉമ്മ അതിങ്ങനെ പറഞ്ഞു. നിസ്കാരപ്പായലിരുന്നിട്ട് നമ്മൾ 1000 വാക്കൊക്കെ പറയണമെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. ഉമ്മാൻ്റെ പ്രാർത്ഥനകളാണ് അതിൽ പറയുന്നത്. അത്
അത് ഉമ്മ പറഞ്ഞു. അങ്ങനെ പിന്നെ പാട്ട് ഇറങ്ങിയതിന് ശേഷം എന്നെ പേഴ്സണലി കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് കുറേ പറഞ്ഞ് നല്ല കാര്യങ്ങൾ പറഞ്ഞു. വെച്ചാൽ ഇങ്ങനെ പ്രതീക്ഷയില്ലടാ അത്ര നല്ല കണ്ടന്റ് വെച്ചിട്ട് നല്ലൊരു സോങ്. എന്താണെങ്കിലും അത് നല്ല ഹിറ്റായിരുന്നു ആ സോങ്. റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നതാണല്ലോ നമുക്ക്. ഒരു പക്ഷെ അതിപ്പോ ഉമ്മ ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ എൻ്റെ ഉമ്മ മരിച്ചിട്ട് കുറച്ചായി, ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര കണക്റ്റായി, എനിക്ക് കുറേ എമോഷൻ, അങ്ങനെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മൾ വഴി പിന്നെ അവർ വേദനിക്കണമെന്നൊരു, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു ഇമോഷൻ കൺവേ ചെയ്തു. പക്ഷെ അത് ആരും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലല്ല, ഒരിക്കലും അല്ല. പ്രതീക്ഷിച്ചിരുന്നോ ഒരു സോങ് ഇത്ര ഹിറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനൊരു കാമ്പുണ്ടല്ലോ, ആ കാമ്പുള്ളതുകൊണ്ട് അത് ആൾക്കാർക്ക് കണക്ട് ആവുന്നുള്ള എനിക്കറിയാം. ഞാനത് പാട്ട് റിലീസ് ആവുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ലൈവിലും ഇതിലൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഓഡിയൻസിനോട് തന്നെ ഞാൻ പറയലുണ്ട്, എന്ത് ഇങ്ങനെ ഒരു ട്രാക്ക് വരുന്നുണ്ട്, ഉമ്മ ട്രാക്ക് വരുന്നുണ്ട്, ഉമ്മ എന്ന് പറഞ്ഞിട്ട് ട്രാക്ക് വരുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹിറ്റായിട്ടില്ലെങ്കിലും ഈ കേൾക്കുന്ന ആൾക്കാർക്ക്, എത്ര ആൾക്കാരാണോ അത് കേൾക്കണം, എൻ്റെ ഓഡിയൻസിൽ കുറച്ച് ആൾക്കാരെങ്കിലും അത് കേൾക്കും, അവർക്ക് എങ്ങനെയാണെങ്കിലും കണക്ട് ആവുമെന്ന് അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വർക്കായിട്ടുണ്ട്, എനിക്കത് അത് മതി. ഫേവറേറ്റ് സോങ് ഏതാ? എൻ്റെ ഉമ്മ തന്നെയാണ്. ഞാൻ ചെയ്ത ഉമ്മാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്. പിന്നെ കമർ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട് ഞാൻ ചെയ്തത്. അത് രണ്ടാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് സോങ്. ഫേവറേറ്റ് സോങ്ങിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ട് ഏതാ? ഞാൻ പറഞ്ഞല്ലോ ഇപ്പം, ഇങ്ങനൊരു വരിയുണ്ട്, ഉമ്മ എന്ന് പറഞ്ഞ പാട്ടിൽ ഒരു വരിയുണ്ട്, പൈതലെ നോക്ക് നീ ആപത്ത് നോക്ക്, ഉമ്മാൻ്റെ വാക്കൊന്നും ഇന്നില്ലെന്നോർക്ക്. അതായത് ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ് പോകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുന്ന സമയത്ത് ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നും സംഭവിക്കൂല. പക്ഷെ ഇന്ന് ഉമ്മ ഇല്ല. അത് പൈതലെ നോക്ക് നീ ആപത്ത് നോക്ക്. ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മ പറയാണ് മോനോട്, നീ ആപത്ത് നോക്ക്, നിനക്കിപ്പോൾ ഞാനില്ല, നീ എൻ്റെ വാക്കിപ്പോൾ ഇല്ല, അത് ശ്രദ്ധിക്കുന്നു പറയണം. അതന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ലൈൻ ഉമ്മ സോങ്ങിലുള്ള. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഓൾറെഡി ഞാൻ എപ്പോഴും എവിടെ വന്നാലും ഞാൻ പറയില്ല, അതിന് ഉമ്മ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് സോങ്. പിന്നെ കമർ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്, അതും. അതിലേത് ഭാഗം ഇഷ്ടമുള്ളത്? അത് എത്താ എൻ്റെ കനൊന്നും പഠിക്കുന്നില്ലേ, എൻ്റെക്ക് ചെക്ക കഴുത്തൊടിച്ച് ഞെരിക്കല്ലെന്ന്, ഒത്തക്ക് പൊട്ടിയ ചന്തത്തിനെന്ത് ചോറുക്കുണ്ടെന്ന്, ഓളൊന്ന് വന്നാലും നിന്നാലും കണക്കെന്നെ, അങ്ങനെ പറയും. പക്ഷേ ഞാൻ പൊട്ടി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ ഭയങ്കര തകർന്ന് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എത്താ എൻ്റെ കനൊന്നും പഠിക്കും, ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് എഴുതിയാണ്. നീ ഇങ്ങനെ തളരല്ലേ, ഈ വത്തക്ക എന്ന് പറയണത് ഒരു അറിയില്ലേ, തണ്ണിമത്തൻ. ഇത് ഒരു പച്ച കളറാണല്ലോ, വീണ് പൊട്ടി കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ഭംഗിയാണ്. പൊട്ടി കഴിഞ്ഞാൽ ഒരു ചോപ്പ്, ഉള്ളില് ചോപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണല്ലോ കാണാൻ. അപ്പം അതിനൊരു ഭംഗിയുണ്ട്. നീ വീണ് പോയി കഴിഞ്ഞാലും അതിലൊരു ബർക്കത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഇതില്. അത് കുറെ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ ഈ എൻ്റെ സ്ലാങ്ങിന്റെ പ്രശ്നം കൊണ്ടായി കുറെ ആൾക്കാർക്ക് അത് കണക്ട് ആവില്ല. മലപ്പുറം മാത്രമല്ല, ഞാൻ എൻ്റെ നാട്ടിൽ, മലപ്പുറത്ത് നിന്ന് തന്നെ ഞാൻ എൻ്റെ നാട്ടിലാണ്. ചെട്ടിപ്പടി എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലാങ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ മലപ്പുറം പ്രോപ്പർ മലപ്പുറം അല്ല നമ്മളവിടെ. ഇവിടെ പ്രോപ്പർ മലപ്പുറത്ത് കുറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ട് നമ്മളവിടെ അപേക്ഷിച്ച്. ഈ ചെട്ടിപ്പടി, ഞാൻ കോസ്റ്റൽ ഏരിയയാണ്, അവിടെ കുറച്ചൊരു നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ട്. ഈ മലപ്പുറത്തുള്ളവര് പൊതുവെ കേട്ടിട്ടുണ്ട്, മലപ്പുറം കോഴിക്കോടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ മഴ അല്ലെങ്കിൽ പുഴ എന്നും പറയാൻ, മഴ പുഴ പയമ്പുരി എന്നൊക്കെ തന്നെ പറയില്ലേ? ഇയാളും അങ്ങനെയാണ്? നമ്മളങ്ങനെ തന്നെ പറയില്ലേ? മഴ എനിക്കൊരു തെറ്റുന്നു. ഇല്ല, മഴ എന്നാണ് വരിക. മഴ തന്നെയാണ് പറയല്. മഴന്ന് കിട്ടും, കിട്ടായ്മൊന്നുമില്ല. ചിലർക്ക് കിട്ടാറില്ല. ഇല്ല, കിട്ടാറില്ല എന്ന് വെച്ചാൽ എനിക്കറിയില്ല. മഴ കിട്ടാറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പറയല് മഴ പെയ്യണ് പുഴ എന്നൊക്കെ തന്നെ പറയില്ലേ. പഴംപുരി എന്നൊന്നും ആരും പറയില്ല, പഴംപുരി. എവിടെയെങ്കിലും പോയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, നോർമലി ഇങ്ങനെ സംസാരിക്കും. സ്റ്റാൻഡേർഡ് നമ്മളെപ്പോഴും ഒരു സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, പിന്നെ നോക്കും, ട്രൈ ചെയ്യും. ഇപ്പോഴല്ല, കുറച്ച് മുമ്പൊക്കെ. ഇപ്പൊ പിന്നെ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ തന്നെ സംസാരിക്കില്ലേ. എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു, മംഗലം എന്നുള്ള പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു പാട്ട് എന്നുള്ളത്. എന്തായിരിക്കും അത് ഇത്ര ഇഷ്ടപ്പെടാൻ ആളുകൾക്ക്? ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്, എന്തായിരിക്കും എന്നുള്ളത്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫേവറേറ്റ് സോങ് മംഗലം എന്നല്ല, എൻ്റെ ഫേവറേറ്റ് സോങ് ഉമ്മാണ്, പിന്നെ കമർ, പിന്നെ ഇപ്പം വേറൊരു ട്രാക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്, അതാണ്. അതും എനിക്കിഷ്ടമാണ്. മറ്റൊക്കെ ഇഷ്ടമല്ല എന്നല്ല, ഞാൻ ചെയ്തു വെച്ചെന്നുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നുമല്ല ഈ മംഗലം, കെജ, മലയാളി, ഇതൊക്കെ ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഈ മംഗലത്തിലെ കുറച്ച് വരികൾ പാടോ? പാടാം. കൂടങ്ങ് നിന്നാ പോരെ കരുമുറാന്ന് തിന്നാത്തോനെ,
അലമ്പിന് നിന്നാ മോനെ കണ്ണ് പൊട്ടിച്ചും വേണ്ടാത്തോനെ മഹറിന് നിന്നെന്താ മോനെ 4 പവന് പൊന്നാത്തോനെ ഓളക്കണ്ടമുണ്ടാത്തോനെ 1000 ചൊന്നാ മോനെ നാട്ടിലെന്തൊരു നയിപ്പും ചെക്കൻ്റെ നോട്ടം കൊണ്ടുള്ള കയ്പും കാട്ടിക്കൂട്ടണ പടപ്പും എൻ്റെ പാട്ടിനെന്തൊരു ഹൈപ്പും വീട്ടിലങ്ങട്ട് പോയി നോക്കുമ്പോൾ അപ്പ തന്നെ അങ്ങ് ചോദിക്കും മൂത്തുമാരങ്ങ് ചോദിക്കും എൻ്റെ പാട്ടിനെന്തൊരു ഹൈപ്പും. ഓക്കെ, നല്ല രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു. ഓക്കെ, വാപ്പാന്ന് പറഞ്ഞ പ്ലേ എനിക്ക് കേൾക്കാൻ ഒന്നും കൂടെ ഇഷ്ടമുണ്ടായിരുന്നു. വാപ്പാന്റെ കൈ അതിലൊരു ഭാഗം ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ. ചിരിക്ക് 4 പെണ്ണ് പോയാലും നീ ചിരിക്ക്, പെണ്ണ് കണ്ണു പൊത്തിയാലും നീ ചിരിക്ക്, നീ വീതിച്ച പെണ്ണാണോ കൊതിച്ചു പോയ എൻ്റെ ചങ്കിൻ്റെ ചോരക്ക് പഠിക്ക്, ഇന്ന് വാപ്പാന്റെ കായ്ക്ക് പഠിക്ക്, നാളെ വാപ്പ നീ ആരാന്ന് ചോദിക്ക്, വാപ്പ നയിപ്പെല്ലാം തീർത്തിട്ട് പോകുമ്പോ നീ നാളെ മയ്യത്ത് കട്ടില് പിടിക്ക്. ഇപ്പൊ ശരിക്കെങ്കിലും അതിന്റെ ഒരു മീനിങ് ഉണ്ടല്ലോ. അതാണ് വെച്ചാല് ഇന്ന് വാപ്പാന്റെ കായ്ക്ക് പഠിച്ചിട്ട് നാളെ പഠിച്ചെന്തെങ്കിലൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നാളെ വാപ്പാന്റെ ചൂണ്ടി ആരടാ ചെയ്യുന്നുള്ള അങ്ങനെ സമൂഹത്തിൽ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞാണ്, അല്ലാണ്ട് എല്ലാരും അങ്ങനെ കുറെ ലിറിക്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ ഇപ്പൊ അത് ഉപ്പന്റെ മുന്നിൽ തന്നെ ഉമ്മനെ ഉപദ്രവിക്കുന്നു, ലൈക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഉണ്ടല്ലോ നമ്മള് കാണുന്നല്ലോ എന്തൊക്കെ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് എംബിലിന്റെ സോങ് എല്ലാം നമ്മുടെ റിയൽ ലൈഫ് കണക്ട് ചെയ്തിട്ടുള്ള സോങ് ആയിരിക്കും. അതായിരിക്കും മേ ബി ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് അത് പെട്ടെന്ന് എത്തിപ്പെട്ടതും അതുകൊണ്ടായിരിക്കും, നമ്മളുടെ എല്ലാം റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട്. യെസ്.